You've been talking about patience, hoping for everlasting. You're known for talking crazy. Guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളി ബോക്സ് ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട റേഷ്യോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ 3Dയിൽ വരിക. 3Dയിൽ നമ്മൾ ബോക്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഈ ഒറ്റൊരു എഫക്റ്റ് മാത്രമേ ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മളിതാ ഷൈനിലേക്ക് വരിക. ഷൈൻ വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ നമ്മളിവിടെ ഹൈറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് വന്ന് നമ്മൾ 100ലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വാല്യൂ 100, അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു 3 ലെയർ കണക്കെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലൊരു റൊട്ടേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബീറ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഇതേപോലെ നിങ്ങൾ ബീറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. കീ ഫ്രെയിംസ് ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ബീറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ അഗെയിൻ ആ ഒരു ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിം വന്ന് 0ലാണ്. 0ൽ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മുടെ അടുത്ത കീ ഫ്രെയിം വന്ന് 1ലാണ്. 1ൽ വന്ന് നമ്മുടെ വൈര വാല്യൂ വന്ന് 90 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. 90 കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ ഒന്നൊരു 12ലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് ഇവിടെ 4th കർവാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കർവ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ ബാക്ക് വരിക. ഓക്കെ, ഇനി നമ്മൾ ഓറിയൻറ്റേഷനാണ് കൊടുക്കുന്നത്. ഓറിയൻറ്റേഷൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം വന്ന് ഇവിടെയാണ് 0.15ലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത കീ ഫ്രെയിം വന്ന് 1.15ൽ. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വാല്യൂ, ബീറ്റയുടെ വാല്യൂ ഒന്ന് 90 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് ബീറ്റയുടെ വാല്യൂ 90 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ സെൻട്രലായി വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളിതിൻ്റെ ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഡ്രിൽ. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അവിടെ വന്ന് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് 0ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്തത് 1ലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1ൽ. ദെൻ നമ്മളതിൻ്റെ വാല്യൂ ഒന്ന് ഇതേപോലെ മാറ്റി കൊടുക്കുക. ഒരു 60 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഓൾറെഡി യൂസ് ചെയ്തവരാണെങ്കിൽ ഓൾറെഡി തിരിഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ എന്താണ് ചേഞ്ച് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ദെൻ നമ്മളതിൻ്റെ മുകളിൽ ക്രോപ്പ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ആ ഒരു ഫോട്ടോ വന്ന് കുറേ സ്ഥലത്തൊക്കെ കട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, കട്ടായിട്ടാണ് വരുന്നത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് നമ്മൾ ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയറിൽ കിട്ടും. അത് നിങ്ങൾ നോക്കി നിങ്ങളുടെ ഫോട്ടോത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു 1.5ലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1.5ലേക്ക് സെറ്റ് ചെയ്യുമ്പം അത് നമുക്ക് കറക്റ്റായിട്ട് വരും. ഓക്കെ, ദെൻ നമ്മൾ അഗൈൻ ആ ബോക്സ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ നമുക്കൊന്നും കൂടെ ചെയ്യാണ്ട് സ്കെയിലിൽ വരിക. സ്കെയിൽ വന്ന ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ എൻഡിൽ, അതായത് 1ൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിം വന്ന് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെയും വന്ന് നമ്മളൊരു സ്മൂത്ത് കർവ് ആഡ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്മൂത്ത് കർവ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഫുള്ളായി ബാക്ക് വരിക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ ഇവിടെ സെലക്ട് ചെയ്ത് 3 ഡോട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ക്ലിക്ക് ചെയ്യുക. ദെൻ അതേ ലെയർ ഒന്നും കൂടി നമ്മൾ ഫ്ലിപ്പ് വെർട്ടിക്കലി ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് പിന്നെ ഇതിന് മുകളിൽ വേറെ ഇനി എന്തെങ്കിലും ട്രാൻസിഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിന് നമ്മളത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുക്കുക.
ദെൻ നമ്മൾ ഈ ഒരു ലെയർ ഫുള്ളായി സെലക്ട് ചെയ്യുക, ഈ 3 ലെയറും സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഫില്ലായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ഇതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക പോയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഇവിടെ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അഡീഷനായിട്ട് ഇത് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂം ട്രാൻസിഷനോ അല്ലെങ്കിൽ വേറൊരു ക്യൂബ് ട്രാൻസിഷനോ കൊടുക്കാം. ഓൾറെഡി കുറേ ക്യൂബ് ട്രാൻസിഷൻ എൻ്റെ ചാനലിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.